കന്നിനി നീയാണ് നീയാണ്. എന്താ ഈ മാറ ആരെ കെട്ടിച്ചാണ് ഈ മൗത്തിന്റെ പാച്ചിൽ പോയിണ്ട്? അവങ്ങളൊന്നും അറിഞ്ഞില്ലേ? നമ്മളെ വീട്ടാത്താന്റെ വീട്ടിൽ നിന്നല്ലേ അന്തിക്ക് ആരോ വന്നു എന്നോ വാതിൽമ മുട്ടിന്നൊക്കെ പറഞ്ഞിട്ട് അത് അറിയാൻ വേണ്ടില്ലേ നമ്മൾ ഈ മൗത്തിന്റെ പാച്ചിൽ പോയി. ഇല്ലാത്തൊരു പടത്തന്നെ. ഇവിടെ ആരുല്ലേ? ഇവിടെ ആരുല്ലേ? ആരടാത് രാവിലെ തന്നെ ഈ പെരന്റെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ ഉള്ളാക്കിടുന്നത്? ആ ഇജാ എന്താ പ്രശ്നം? എന്താ എനിക്ക് വേണ്ടത്? എടുത്തു. എനിക്ക് ബീതാത്തന്നെ പറ്റുള്ളൂ, ഇന്നെ പറ്റൂലേ? ഓളെ കെട്ടിയണ ഞാന്. അത് ഞാൻ മനസ്സിലാക്കണം. ബീതാത്ത 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 എന്ന് പറഞ്ഞിട്ട്. അയ്യ സുലൈമാനിക്ക, ഞാൻ ഇന്നലെ ന്യൂസ് കേട്ടെ ഇന്നലെ രാത്രി ഇവിടെ ആരൊക്കെ വന്നു വാതിൽമ മുട്ടിന്നൊക്കെ. അപ്പൊ അതറിയാൻ വേണ്ടിട്ട്. അതെ, ഇന്നലെ എന്റെ പെരീക്ക് വന്നത് ഞാനാണ്. എനിക്ക് എന്റെ പെരീക്ക് വന്നൂടെ? അല്ല, നാട്ടുകാർ പറഞ്ഞിട്ടപ്പോ ഞാൻ എന്ത് കരുതിയാടാ? കടന്നു പോടാ, കടന്നു പോ, കടന്നു പോ. ഓന്റെ ഒരു കരുതലേ. അങ്ങനെ നമ്മളെ പടപ്പോട് പഠിച്ചോനെ ആര് വെയിലെ ചെന്നാൽ ഈ പണ്ടാർത്തിന്റെ മുന്നിൽ ചെന്നാലല്ലേ പഠിച്ചോനെ നമ്മൾ പെടുന്നത്. ഈ തോർത്തും കിട്ടുന്ന തയ്യലിടാം. പറഞ്ഞ നേരത്തെ തോർത്തൊന്നും പറഞ്ഞാൽ കേൾക്കൂല. ആരാടാ മഹാരി? നമ്മളൊരു പാവം പിച്ചക്കാരനാണ്. അന്നോടല്ലേ നമ്മൾ ചോദിച്ചത്? അവിടെ നിന്നേ നമ്മൾ നിക്കൂല. അന്നക്ക് ചായ കുടിക്കാനായിട്ട് 10 രൂപ നമ്മൾ തരാൻ. നിങ്ങളെ ചായ ഞമ്മക്ക് മാണ്ടാന്നേ. നമ്മളെ ചായ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാലേ നിങ്ങളോടല്ലേ പറഞ്ഞു നിങ്ങളെ ചായ ഞമ്മക്ക് മാണ്ടാന്ന്. അന്നെ നമ്മൾ വെറുതെ വിടില്ല. അന്നെ നമ്മൾ വെറുതെ വിടില്ല. പൈസ മേടിച്ചിട്ട് ബുക്കിടക്കടാ ഹിമാരെ. നമ്മള് വെറും പുലിയല്ല, ഒരു കട്ട പിടിച്ച പുലിയാണ്. അന്നെ നമ്മൾ പിടിക്കോടാ. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല. ഒരു ചായ. ഇന്ന് പേപ്പർ വന്നില്ലേ? പേപ്പറാ സലീമ കൊണ്ടേതാ. ഓനെന്താ ലോട്ടറി നോക്കാനേ? ഓന്റെ ലോട്ടറി പ്ലാൻ ഇനി മാറിയില്ലേ? ഓനൊക്കെ ലോട്ടറി എടുത്ത പൈസ ഉണ്ടെങ്കിലേ രാജാവായിട്ട് ജീവിക്കായിരുന്നു. ഇനി എന്തിനാ വേറെ പേപ്പർ? ഇന്ത്യൻ എക്സ്പ്രസ് അല്ല വരുന്നത്. ഒരു സ്പെഷ്യൽ ടീം എടുത്താണ്. സ്പെഷ്യാലിറ്റിയോ? അനക്കോ കാഷ്വാലിറ്റി അനക്ക്. ഇത് ചിലക്കാതെ കുടിച്ചാലെ കായെടുക്കാൻ. ഓ, നിങ്ങളൊരു കായ് അത് ഇതുമ്പാടെ കൂടി പിന്നാണ് തരൂലേ? നിങ്ങളെന്റെ കൂട്ടിയല്ലേ? എന്നാ ഇതുമ്പാടെ കൂട്ടിട്ടേ പിന്നീട് കുടിച്ചാ മതി. അന്റെ പറ്റത്ര നിനക്കറിയോ? അതിപ്പോ എത്ര ആയിക്കണു? ഒക്കെ കൂടെ ഒരു 10-600 റുപ്യ ഉണ്ടാവും. അത്രേ ഉള്ളൂ. നിങ്ങളെ പറിച്ചായിട്ടപ്പോ ഞാൻ കഴിഞ്ഞ ഒരു 10-200 റുപ്യ കഴിക്കുന്നു. അല്ല, ഇത് എവിടുന്നപ്പറ്റി പാഞ്ഞു വരണേ? ഒന്നും പറയണ്ട ഞാൻ മുത്തേ. ഇന്നലെ നമ്മൾ വീട്ടാത്താന്റെ വീട്ടിലെ ആരൊക്കെ വന്നു എന്നോ വാതിൽമ മുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടേ നേരം പൊളിച്ചാകുമ്പോ മണ്ടിയതാ ഞാൻ. വീട്ടാത്താന്റെ വീട്ടിലു അതാരാ വന്ന്? അതല്ല രസം. ഞാൻ അവിടെ പാഞ്ഞു നോക്കുമ്പോണ്ടേ നമ്മളെ സുലൈമാനിക്ക വീട്ടാത്താന്റെ കെട്ടോലേ. അല്ല, എന്നിട്ട് എന്താണ്ടായേ? എന്നിട്ടല്ലേ രസം. നിങ്ങളൊരു ചായ അടിച്ച് കൊല ചായക്കെ എടുക്ക. ഈ കൊലമെന്നിട്ട് കാര്യം പറയും. ഞാൻ നേരെ കേറി ചെന്നിട്ടേ നമ്മളെ വീട്ടാത്താന്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു പുല വീട്ടാത്താന്ന് ഓരോ ഒച്ച എനിക്കൊന്നും കേൾക്കണില്ല. നമ്മൾ വിടോ, നമ്മള് പിന്നെ ഒരു പുല വീട്ടാത്ത. അപ്പൊ അങ്ങനെ വരിക നമ്മളെ സുലൈമാനിക്ക. മൂപ്പര് ഞമ്മളെ കണ്ടതൊരു പൊരിങ്ങല. നമ്മൾ വിടോ, നമ്മളൊരു ചോദ്യ. അല്ല, ഇന്നലെ അന്തിക്ക് ഇവിടെ ആരൊക്കെ വന്നേക്കൂന്നൊക്കെ പറഞ്ഞിട്ടു. ആരാപ്പ? അപ്പൊ സുലൈമാനിക്ക പറയാ അത് ഞാനെന്നെയാണ് ഐദ്രോ. അപ്പൊ ഞമ്മളൊരു ഡയലോഗാ. ഇങ്ങളായതോടെ ഞമ്മള് ക്ഷമിച്ചു. വേറെ വല്ലോലാണെങ്കി ഐദ്രു കാണിച്ചു തന്നീനു. ഒന്നും പറഞ്ഞിട്ടൊരു പോരല്ല. അപ്പൊ എന്തായി? സുലൈമാനിക്ക നേരെ മെല്ലെ ഔത്തേക്ക് അങ്ങോട്ട് പോയി. അന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടായതോ. അവിടെ എന്താ ഉണ്ടായിക്കാതെ ഞങ്ങൾക്കൊക്കെ അറിയാം. എന്നോട് ആരപ്പി കഥക്കെ പറഞ്ഞോ? ഫക്രു മാഷിന്റെ മോനെ. ആ മാഷ്ക്ക് ഇങ്ങനെ ഒരു മകനോ? എന്താ മാഷേ രാവിലെ തന്നെ നല്ല പണിയിലാണല്ലോ? രാഘവന, എന്റെ കൈ കൂടിയില്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കും. എന്റെ കാര്യം എനിക്കറിയാലോ. ഉള്ള കാര്യങ്ങൾ നോക്കാൻ തന്നെ ഒരാള് വേണം. അല്ല
ഷായിനല്ലേ ഇവിടെ? അതാ പിന്നൊരു സമാധാനം. പിന്നൊരു ചക്കുള്ളത് നിനക്കറിയാലോ. അല്ല, ഇത്താക്കിപ്പോ എങ്ങനെയുണ്ട്? ആ, ഗുളികൊണ്ടും മരുന്നുകൊണ്ടും ഇങ്ങനെ പോണു. ഓളുടെ ചികിത്സയ്ക്കും കുട്ടിയുടെ പഠിപ്പിനും എന്റെ പെൻഷൻ കൊണ്ട് തന്നെ വേണ്ടേ. നിങ്ങൾക്ക് നമ്മളെ ഫക്രുദ്ദീനെ വല്ല കടയിലെ വർക്ക്ഷോപ്പിൽ ആയിക്കൂടെ? ഓന് കിട്ടണം കൂടി കൂട്ടിയാല്. ഓനാ ഫക്രുദ്ദീന. ഈ പൊരയ്ക്ക് നോക്കണം നല്ല ചിന്തയുണ്ടവന്. എന്റെ ആ കാലം കഴിഞ്ഞാലും ഈ പൊര കൊണ്ടുനടക്കണ മനുഷ്യനാണ് അവൻ. ഇവിടെ ഒന്ന് നീക്കാൻ വയ്യാണ്ട് കിടക്കാൻ വേണ്ടിട്ട് കാലം കുറച്ചായി. അതിനൊന്ന് തിരിഞ്ഞു നോക്കാൻ നേരില്ല അവന്. ഒക്കെ ശരിയാവും മാഷേ. മുകളിലൊരാളുണ്ടല്ലോ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഉമ്മ, എന്തൊരു ഉറക്കാത്? മരുന്ന് കുടിക്കണ്ടേ? ഉറക്കം തന്നെ ഉറക്കം, ഏത് നേരം നോക്കിയാലും. എണീറ്റ്. എനിക്ക് വേണ്ട. എന്തുമ്മ നിങ്ങൾ ഇങ്ങനെ പറയണേ? ഉമ്മാന്റെ ദേഷ്യം മാറണ്ടേ? എന്തിനാ ഞാൻ മരുന്ന് വെക്കണേ? ഇതൊക്കെ കാണാനും കേൾക്കാനോ? ഇക്കിന്റെ ദീനം മാറണ്ട. ഇക്കൊന്ന് മരിച്ചാ മതി. ഉമ്മ, എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഈ മരുന്ന് കുടിച്ചില്ലെങ്കിൽ ഞാൻ ഉപ്പാനെ വിളിക്കും. ആ, വിളിക്ക്. എന്നിട്ട് ഇന്നെ വന്ന് കൊല്ലാൻ പറയാ. മക്കളാത്രേ. എന്തിനാ ഇങ്ങനെ കൊറേ മക്കള്? നീച്ച് പോണ്ടാടുന്ന്. എനിക്ക് ആരും വേണ്ട. ഉമ്മ, എന്തുമ്മ ഇത് കുടിക്കേ? എനിക്ക് വേണ്ടതല്ലേ പറഞ്ഞത്? ഷായിന, മോളെ ഷായിന, എന്തുപ്പാ? ഇത്തിരി വെള്ളം എടുത്താ. ഉമ്മാക്ക് മരുന്ന് കൊടുത്താ. എന്റെ കുട്ടിക്ക് ഒരു ഒഴിവില്ലണ്ടായിപ്പോ. അതൊന്നും സാരില്ലപ്പാ. എന്റെ പുന്നാരാങ്ങളുടെ അവിടെ രാവിലെ എന്തോ അർജന്റ് ഉണ്ടെന്ന് പറഞ്ഞു പുറത്തേക്ക് പോയതാ. ആ, കുറച്ച് തിരക്കുള്ള ആളല്ലേ. നടക്കട്ടെ, അവന്റെ തിരക്കെല്ലാം കഴിയട്ടെ. അതെ, ഇതൊക്കെ ഞാൻ കാശെടുത്ത് വാങ്ങിയതാ. പെൺകുട്ടികൾ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമാണ്, മനസ്സിലായോ? പെൺകുട്ടികൾ കാണുമ്പോഴേ പ്രത്യേകത ഉണ്ടാവും, പക്ഷെ അവരെ ആങ്ങളമാര് കാണുമ്പോ പ്രത്യേകത മാറും. അതെ, ഇതിനുള്ള മറുപടി ഞാൻ വൈകിട്ട് വന്നിട്ട് തരാം. ഇപ്പൊ തീരെ സമയമില്ല. ഓ, ഇതൊന്നും വായിച്ചിട്ട് ഒരു കാര്യമില്ല ഏട്ടാ. ഉള്ള സമയം വല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്. ശേ, രാവിലെ ഓരോന്ന് ഇറങ്ങിക്കോളും ചരമോളം നോക്കിയിരിക്കാൻ. ഇവനെന്താ അല്ല, എന്താ ഇപ്പൊ പടിയിരിക്കണു? അല്ല, ഞാനിവിടെ കാറ്റ് കൊള്ളാൻ വന്നിരുന്നാണ്. കാറ്റ് കൊള്ളാനോ? ഇന്ന് ഇച്ചും കൊള്ളാലോ കാറ്റ്. ഞാനും കൊറേ കാലായി കാറ്റുണ്ട്. ഇതിന് നല്ല കാറ്റ് അവിടെ ഉണ്ടല്ലോ, അവിടെ പോയിരുന്ന കാറ്റ് കൊണ്ടൂടെ? ഇവിടെ ഇരുന്ന ഇച്ചു കൊള്ളുന്ന കാറ്റ് ഇച്ചും കൊള്ളാലോ. ഇതിപ്പോ വലിയ കഷ്ടമാണ് കുറച്ചാണ്. ഇതിലിപ്പോ എങ്ങനെ ഒഴിവാക്കും? എടാ, ഞാനിപ്പോഴാലോചിച്ചു, നമ്മുടെ ആ ഹാജിയറില്ലേ, ഹാജിയർക്ക് ഞാൻ കുറച്ച് കാശ് കൊടുക്കാണ്ടായിരുന്നു. ആളിപ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു, കാശ് കൊണ്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ ആള് വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മളെ ആചാരോ? നമ്മുടെ ഹാജിയർ അറിയില്ലേ നിനക്ക്? അതല്ലേ,
ഇച്ചേ ചെറിയൊരു പരിപാടി ഉണ്ട്. എന്നാ പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് അല്ല നമുക്ക് കാറ്റ് കൊണ്ടിട്ട് പോവാം. അല്ലേ ചെറിയൊരു പരിപാടി കാറ്റ് കൊണ്ടിട്ട് പോവാന്ന്. സ്വീപ്പാക്കല്ലേ ചേ. ഇതാ വരുന്ന എന്റെ വടക്കം കാറ്റ് മന്ദം മന്ദം വണ്ടിപ്പാഞ്ഞ് ഇതും കാത്തിക്കാണ്ടേ നിന്നീനല്ലേ കാള ഒരു അടി തന്നെ. എന്റെ കാറ്റ് പോകാൻ നോക്കോ. ഇഞ്ച കാറ്റ് പോകുമ്പോ ഞാനാണ് പോട്ടെ. ഹോ. എത്ര നേരം ഞാൻ കാത്തു നിൽക്കുന്നു? എവിടെയായിരുന്നു? ഈ നടുറോട്ടിലുള്ള കാത്തുവെപ്പ് അത്ര സുഖല്ല കേട്ടോ. അല്ല അത്ര സുഖമില്ലെന്ന് എനിക്കും തോന്നി. ഒരു കാര്യം ചെയ്യാം, നാളെ മുതലേ ഞാൻ നിന്നെ വീട്ടിൽ വന്ന് കണ്ടോളാം. യോ വേണ്ടാത്ത പണിയൊന്നും ചെയ്യല്ലേ. അതെന്താ, ഞാൻ വരുന്ന ഇഷ്ടമല്ലേ? എനിക്ക് കാണാൻ തോന്നുമ്പോഴൊക്കെ എനിക്ക് കാണണം. കാരണം എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അറിയാലോ. ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. ഞാൻ പോട്ടെ, നാളെ കാണാം. നാളെയോ? ഇന്ന് വൈകിട്ട് കാണണം. ശരി പൊക്കോ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. എന്താ ആചാരി വഴിക്ക്? നമ്മുടെ ഷാഹിറയ്ക്ക് ഒരു ആലോചനയായിട്ട് വന്നതാണ്. ചെക്കൻ മഞ്ചേരിന്നാ, കൃഷിഭവനിലാണ് ഒരു ജോലി. മാഷറിയും നമ്മുടെ ഗൾഫിൽ വണ്ടി ഇടിച്ചു മരിച്ച കാതന്റെ ചേട്ടന്റെ മോനാണത്. നല്ല പത്തര് മാറ്റ ചെക്കൻ. ആചാര്യന്റെ കാര്യം നിങ്ങൾ ബേജാറവിടെന്നേ, നിങ്ങളെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരാ കുട്ടി വന്നത് കാണട്ടത്. കണ്ടോണ്ട് കെട്ടിച്ചു കൊടുക്കണ്ടല്ലോ. അതിപ്പോ ഞാൻ നിങ്ങളൊന്നും പറയണ്ട മാഷേ, ഞായറാഴ്ച അവരെ കൂട്ടി ഞാൻ വിളിച്ചിട്ട് വരും. നിങ്ങളെ ജോലിയിലായി നോക്കി എനിക്ക് ഒരാളെ കാണാണ്ട്. ആ ഹൈതിരുണ്ടല്ലോ, കുറച്ച് നാളെ നമ്മളെ പട്ടിച്ച് കിടക്കുകയാണ്. അവനെ ഞാൻ പിടിക്കും, കാണാം. അടച്ചോനെ. അല്ല ജങ്ങട്ടാന്ന് ചോദിച്ചു. അല്ല ഇങ്ങളെ കൊടുക്കാൻ പോണു. ഞങ്ങൾ കാച്ചിനിങ്ങാട്ട്. എന്നാ പോണ ബൈക്കോ ഞാനും ഇറങ്ങും. വണ്ടി പോട്ടെ. എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങാൻ? എന്തിനാ അത് ഇങ്ങോട്ട് ഇറങ്ങേ. 300 ഉറുപ്പിക എന്റെ അടുത്ത് ഇല്ല. ഇല്ലല്ലോ. നിങ്ങൾ മാറിക്കേ, ഇവിടെ മാറിക്കേ. ഇജ് കുളിക്കൂല്ല പൊല്ലിയേക്കൂല്ല, പോർന്നു. ഓന്റെ ഒരു 300 ഉറുപ്പ്യ. ഓന് വർത്താനം കേട്ട ഓന് മാത്രമേ ഓട്ടോറിക്ഷ ഉള്ളൂ. ഈ ഹൈദ്ര നടന്നു പോകാനറിയും. ഇതാണ് ശല്യേ. ഈ ലോകത്തനവധി അനവധി പെൺകുട്ടികളെ കെട്ടിച്ചാനുണ്ട്. ആദീനെന്താ ഇഞ്ഞ പോലെ സൂചയാള് കെട്ടാനുമുണ്ട്. പൊട്ടച്ചോനെ ആചാരി. ഇപ്പൊ നമ്മള് കുടുങ്ങിയ തന്നെയാണ്. എപ്പ നോക്കിയാൽ ഈ പണ്ടാരത്തിന് മുന്നിൽ ഈ തോർത്തുണ്ട് പറഞ്ഞാൽ കേൾക്കുന്നു. ഞാൻ മുണ്ടേ അന്ന ഞാൻ പൊട്ടച്ചോനെ പണ്ടാറില്ലല്ലോ. നിന്നെ കാണൂ നിക്കാം. ഹലോ, ആരടപ്പാത്? നമ്മൾ കുറുന്തോട്ടി വർക്കാണ്. ഇവിടെ കുറുന്തോട്ടിനകത്ത് നോക്കിയ കാണൂ. നമ്മുടെ പൊരയിലേക്ക് വന്ന് ആവശ്യം പോലെ കുറുന്തോട്ടി വരയ്ക്കാം. നിങ്ങളെ വീട്ടിലെ കുറുന്തോട്ടി നമുക്ക് മാണ്ടാന്നേ. എടാ, നല്ല കുറുന്തോട്ടിയാണെന്ന്. ഇല്ലാത്തിട്ട് എന്തിനാണ് തെരയണത്? നിങ്ങളെ വീട്ടിലെ കുറുന്തോട്ടി നമുക്ക് മാണ്ടാന്നേ. അതെന്താണ് മഹാ നമ്മുടെ കൂടിയിലെ കുറുന്തോട്ടി നിനക്ക് വേണ്ടെന്ന് പറയുന്നത്? പണ്ടാറം പോണില്ലല്ലോ പഠിച്ചോനെ. ഞാൻ പറയണത് നീ കേൾക്കുന്നത്. നിനക്ക് ആവശ്യം പോലെ കുറുന്തോട്ടി ഫ്രീ ആയിട്ട് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിലെ കുറുന്തോട്ടി നമുക്ക് അല്ല ഹിമാരെ, നമ്മളിത് പൈസ പിടിച്ച് പറ്റിച്ചടക്കാണല്ലേ. അതെ, നേരം കൊറേ. ഞാൻ പോട്ടെ. താനിന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ. ഞാൻ പോട്ടെ, നേരം കുറെ, ഞാൻ പോട്ടെ, നേരം കുറെ. തനിക്കിതല്ല വേറെ ഒന്നും പറയാനില്ലേ? അതല്ല, എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കാത്തിരിക്കുക ആൾക്കാര്. ഓ, നീ പറയണ കേട്ടാ തോന്നും ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ മാത്രം പ്രേമിക്കണോ എന്ന്. ഓ പിന്നെ, പ്രേമിക്കുന്നവരുടെ ലിസ്റ്റൊക്കെ ഇയാടെ കയ്യിലല്ലേ? ആണല്ലോ. പരസ്പരം സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ് എന്റെ കയ്യിൽ തന്നെയാ. അതില് ആദ്യത്തെ പേര് ആരെയാന്നറിയോ? ആരാ? പറയട്ടെ? പറയും. പറയട്ടെ? ആ പേര്
എന്റെയും പിന്നെ പിന്നെ നിന്റെ കൂട്ടുകാരി സജിനയുടെയും. ദേ കൊന്നാളയോ. വല്ലാതെ ചിരിക്കണ്ട, അടുത്ത ആഴ്ച എന്റെ ഇക്ക വരാ. വരണമല്ലോ. നിന്റെ ഇക്കാൻ്റെ അടുത്ത് ഞാൻ നേരിട്ട് ചെല്ലും. എന്നിട്ട് ചോദിക്കും, നിന്റെ ഒരേ ഒരു പെങ്ങളെ എനിക്ക് കെട്ടിച്ചേരുന്നു. ഇല്ലാന്ന് പറഞ്ഞ ഇല്ലെന്ന് പറഞ്ഞ ഞാൻ നിന്നെ കൊത്തിയെടുത്ത് പറക്കും. എന്നിട്ട് നമ്മൾ രണ്ടുപേരുള്ള ലോകത്ത് പരസ്പരം മതിയാവോണം സ്നേഹിച്ച്. എന്നിങ്ങനെ മരണം വരെ. നാട്ടുമാവിൻ ചോട്ടിൽ കാത്തിരുന്നു നിന്നെ പൂങ്കുയിലേ എൻ്റെ പുള്ളിക്കുയിലേ. നാട്ടുമാവിൻ ചോട്ടിൽ കാത്തിരുന്നു നിന്നെ പൂങ്കുയിലേ എൻ്റെ പുള്ളിക്കുയിലേ. ഓർമ്മ വെച്ചന്ന് നാളിൽ ഓടി നടന്ന കാലം കണ്ടു നിന്നെ എൻ്റെ കൂട്ടുകാരി. ഓർമ്മ വെച്ചന്ന് നാളിൽ ഓടി നടന്ന കാലം കണ്ടു നിന്നെ എൻ്റെ കൂട്ടുകാരി. കണ്ടു നിന്നെ എൻ്റെ പാട്ടുകാരി.
കരളിന്റെ കിളിവാതിൽ അടച്ചിടല്ലേ എൻ കൺമണി എന്നെ മറന്നിടല്ലേ എൻ മനസ്സിൻ വാടിയിൽ വിരിയും റോജാപ്പൂവല്ലേ പാൽമഴവില്ലിൻ അഴകിൽ മയങ്ങിയൊരാടും മയിലല്ലേ കണ്ടു നിന്നെ എന്റെ കൂട്ടുകാരി മാനിടല്ലേ എന്റെ പാട്ടുകാരി നാട്ടുമാവിൻ ചോട്ടിൽ കാത്തിരുന്നു നിന്നെ പൂങ്കുയിലേ എന്റെ പുള്ളിക്കുയിലേ പൂങ്കുയിലേ എന്റെ പുള്ളിക്കുയിലേ. G-Spot, an excellent showroom for gents fashion needs. Smart Road City, Kottakkal. എടാ ഇത് നമ്മുടെ ഫക്രുദ്ദീനല്ലേടാ? ഇവനാളങ്ങ് ചുള്ളനായിട്ടുണ്ടല്ലോടാ. എന്താടാ ഫക്രു, നീ എന്നെ കണ്ടൊരു പരിചയമില്ലാത്ത പോലെ? ഇത് ഞാനാടാ, ലോറൻസേ. ലോറൻസ്? ഓ, അപ്പൊ നീ എന്നെ മറന്നിട്ടില്ലല്ലേടാ? എടാ, നീ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് ചില്ലറ വാങ്ങിയിരുന്നല്ലോ. ഹോ, ചിലപ്പോ തിരക്കിനിടയിൽ എങ്ങനെ മറന്നു കാണും. നിനക്ക് തരാനുള്ള കാശ് ഞാനെങ്കിലും തരാം. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സമയം നിനക്ക് ഞാൻ ഒരുപാട് തന്നിട്ടുണ്ട്. പിന്നെ ഇനി ലോറൻസിന്റെ അടുത്ത് ഒറ്റ ഒന്നേ ബാക്കിയുള്ളൂ, ചുട്ടപട. എന്താടാ, അങ്ങനെയല്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു പണി എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അങ്ങനെ വരുമ്പോ അതിനും ഈ ലോറൻസിനൊരു മടിയില്ല. എന്താ ചെയ്യാ, ഈ ലോറൻസ് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് എന്റെ പുന്നാര മോൻ ഒരാഴ്ച ഞാൻ സമയം തരാം. അതിനകം എന്റെ കാശ് തന്നില്ലെങ്കിൽ പൊള്ളക്ക് പിച്ചാത്തിയാ കയറ്റി ഞാൻ. അല്ലേടാ? അതൊക്കെ മുതലാളി പറഞ്ഞ പോലെ. എന്നാ ഇനി ലോറൻസ് പോവാ. ഇനി എങ്ങാൻ ലോറൻസിനെ വരുത്തിച്ചോണ്ടല്ലോ മോനെ. വണ്ടി ഇങ്ങോട്ട് മാറാ. എന്നാ ലോറൻസ് പോട്ടടാ മോനെ. ഞാൻ കേറിയില്ല. എന്റെ കാലിന്റെ ഓർത്താടി പണ്ടാരം പിടിക്കാൻ എന്റെ മുതലാളി. ഈ ഓട്ടോ ഞാൻ നേരെ ഓടാണെങ്കിൽ ദുബായിലെത്തിയല്ലോ. ഈ കള്ള തന്തക്ക് ഇതല്ലാതെ ഒരു പണിയില്ല. അല്ല, ആരാ പണി? എന്താണ് മനുഷ്യനെ പഠിപ്പിക്കുന്ന ചെയ്താനെ? അയ്യേ ശാന്തച്ചേ, നിങ്ങൾ ഈ പൊരി വെയിലത്ത് ഇങ്ങനെ പുല്ലരിന് കണ്ടപ്പോളേ എന്താ നിങ്ങളെ കളി? നിങ്ങൾ ഇതൊന്നും മേലെ കൂടിയിട്ടാണ് നല്ല. നിങ്ങൾ ഇന്റെ കൂട്ടല്ലേ? ഈനെന്താപ്പാ പിരാന്തായ? പറ്റിച്ച് കണക്കാന്ന്
നമ്മളെ പറ്റിച്ച് ഓടിച്ചിരുന്ന് പുല്ലറക്കാന്ന് വിചാരിച്ചില്ലേ? അന്നെ നമ്മൾ വെറുതെ വിടില്ല. ഓൻ തോട് എവിടെ വരെ ഓടാൻ നിന്നെ നമ്മൾ പിടിച്ചേ. അല്ലോ, നമ്മളൊന്നും ചെയ്യല്ലേ, നമുക്ക് കാട് മാറി ഉഷാറായിക്കൂടെ ചേച്ചേ? അങ്ങനെ പാണ ആചാര്യോട് മൂപ്പർക്കറിയില്ലേ ഓടിന സുഖം. ഇന്റെ തോർത്തുണ്ടൊരു കാട്ടിക്കാണി വലിയതാണല്ലോ പഠിച്ചോടെ. എന്തൊരടങ്ങാറാത്. കൊറേ കാലായി ഓനെ പിന്നെ അന്തല്ല നിക്ക. പക്ഷെ ഈ മൂലാരോ അയാൾക്ക് എന്തിന്റെ കേടാ? മനുഷ്യന് പാടെടുത്ത് തിന്നാനും ഇങ്ങോട്ട് വരിയുടെ എങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്റെ അടുത്താ കളി. ആ മോനെ, ഇന്നലെ ആചാര്യ വന്നിരുന്നു. നമ്മുടെ മാളുട്ടീനെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. നമ്മുടെ കാര്യമൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മളെ കൊണ്ട് അവിടെ നമ്മൾ ചെയ്യണ്ടേ? എത്ര നേരം തന്റെ കോൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം? എവിടെ നിൽക്കണ? അല്ല, അപ്പൊ അവരോട് എന്താ പറയണ്ടേ? അവിടെ ഒന്നോ അവര് വന്നിട്ട് പോട്ടല്ലേ? അല്ല, ഒന്നും പറഞ്ഞില്ല. അവരോടെന്താ പറയണ്ടേ? ഓക്കെ, മോനെ, അവരോടിപ്പോ എന്താ പറയണ്ടേ? ഇപ്പൊ എന്താ ഉണ്ടാ ചെയ്യും? അതെ, ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. മനസ്സിലായി മനസ്സിലായി. എന്തുട്രത്ര ചിരിക്കാൻ? വല്ല തമാശ ഉറക്കെ പറയടോ. ഞങ്ങളും കൂടാന്ന്. ചിരി ആരോഗ്യത്തിന് നല്ലതല്ലേ? അല്ലേടാ കുട്ട? ലോറൻസ്, നീ പോവാൻ നോക്ക്, നമുക്ക് വൈകിട്ട് കാണാം. അതെന്തൊട്ട് വർത്തനസ്റ്റാ. എനിക്കിപ്പൊ തന്നെ കാണണം. നിനക്കും കണ്ടടാ? നീ ആ ജബ്ബാറിന്റെ പെങ്ങളല്ലേടി? നീ എന്താ ഇവന്റെ ഒപ്പം? നിങ്ങളെ തമ്മിൽ ലവ്വാ? ലോറൻസ്, എന്നാ പരിപാടിയാ നീ കാണിച്ചേ? ഇങ്ങനെ ഒരു നല്ല കാര്യം നടക്കുമ്പോ എന്നെ കൂടി ഒന്ന് അറിയിക്കണ്ടേ? എന്നാലല്ലേ എനിക്ക് മനസ്സറിഞ്ഞൊന്ന് സഹായിക്കാൻ പറ്റൂ. ലോറൻസ്, നിന്റെ കാശ് ഞാൻ വീട്ടിലെത്തിച്ചോളാം. തൽക്കാലം നീ പോ. അങ്ങനെ അങ്ങ് പോയാലോ? കൊറേ കാലായി നീ എന്നിട്ട് വട്ടം കളിപ്പിക്കാൻ തുടങ്ങിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്റെ കാശ് വീട്ടിലേക്ക് അങ്ങ് എത്തിച്ചേക്കണം. ഇല്ലെങ്കിൽ എന്റെ കാശ് മുതലാക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ വണ്ടി കൊണ്ട് ഞാനങ്ങ് പോവും. നടക്കട്ടെ നടക്കട്ടെ, പ്രേമം നടക്കട്ടെ. എന്നാ ഞാൻ പോട്ടെ മക്കളെ. നമ്മളായിട്ട് നിങ്ങൾക്കൊരു കുഴപ്പവും വരുത്തണില്ല. പോട്ടെ മോളെ. പക്രു, എന്താ എന്താ ഇതൊക്കെ? ഒന്നുമില്ല, വെറുതെ. അല്ല, എന്തോ ഉണ്ട്. അല്ലാതെ ഒരാള് വെറുതെ വന്നിങ്ങനൊന്നും പറയില്ല. പറ, എന്താ എന്താ പ്രശ്നം? അതൊന്നുമില്ല നസീ. ആ ലോറൻസിന് കുറച്ച് കാശ് കൊടുക്കണ്ടായിരുന്നു. അതിനവന്മാര് ഇനി എന്താ ചെയ്യാ? എന്ത് ചെയ്യാ? വരണോടത്ത് വെച്ച് കാണാം. നീ വണ്ടി കയറും. ഇക്ക എന്തായി തരണേ?
ഉമ്മാ, മരുന്ന് കുടിക്കണ്ടേ? എണീക്ക്. ഇക്ക എന്തേ കാണിക്കണേ? അത് കൊണ്ടുപോയില്ലേക്ക, അത് കൊണ്ടുപോവല്ലേ ഇക്ക. മാഷെ നമ്മളങ്ങോട്ട് അങ്ങനെയോട്ടെ. ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ബാക്കി കാര്യം ഹാജരോട് പറഞ്ഞേക്കാം. ശരി, പോവാ. എന്താ സ്വപ്നം കാണാ? ഓ, പെണങ്ങിയോ? അതോ ജാടയോ? എനിക്കെന്ത് ചാട? നിനക്കല്ല ചാട. നിന്റെയൊക്കെയാണല്ലോ ഗൾഫിൽ നിന്ന് വന്നത്. ജാടയൊന്നല്ല. ഇനിയിപ്പോ പഴയ പോലെ ഒന്നും കാണാൻ പറ്റും തോന്നണില്ല. അതെന്ത് പറ്റി? പഴയ പോലെയുള്ള കറക്കൊന്നും ഇനി നടക്കില്ല. ഞാനൊരു മിനിറ്റ് വൈകിയ അപ്പ അന്വേഷിച്ചിറങ്ങും. ആര്? എന്നിക്ക. നിന്റെയൊക്കെ എന്താ CBI ഡയറി ഗ്രൂപ്പിലെ നായകനോ? കളിയൊക്കെ ഒന്നും വേണ്ട. എനിക്ക് ഓർമ്മ വെക്കുന്നതിന് മുന്നേ മരിച്ചുപോയതാ എന്റെ ഉപ്പയമ്മയും. പിന്നെ എല്ലാം എനിക്ക് എന്റെ ഇക്കയാ. ഒരു കുറവും വരുത്താതെ വളർത്തിയതാ എന്നെ. അതുകൊണ്ടാ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇക്ക അറിഞ്ഞ. ഓ, എന്ത് പറഞ്ഞാലും നിന്റെ ഒരു ഇക്ക. നീ വണ്ടി കയറ്. ഈ ആരെങ്കിലും കണ്ടാലോ? കേറ് പെണ്ണെ. ഈ ചെക്കനെ കൊണ്ട് തോറ്റു. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഇല്ലേ, നമ്മൾ ലക്ഷ്യം തമ്മില് മൊഹബത്തിലാണടാ. എന്ത് നമ്മൾ കണ്ട കാര്യം എവിടെയും പറയും. ഓല് രണ്ടാളും മോട്ടോർ സൈക്കിളിൽ പോണു, ഐസ്ക്രീം പാർലർ കയറണു, കൂൾ ബാർ കയറണു. അല്ല, എന്താ ഇവൻ കാണുന്നത്? അല്ല, ഓല് തമ്മിൽ പ്രയോജനം അനക്ക് വല്ല കുഴപ്പമുണ്ടോ? അനക്കുണ്ടോ? ഇല്ല. പിന്നെ എന്റെ പെങ്ങളെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. എടാ, ഇനി തലേനേരം എന്റെ പെങ്ങളോട് പോയി ചോദിച്ചോ. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. നിനക്ക് എന്തിന്റെ കുറവാ ഇവിടെ? ആ ഹൈദരൊന്ന് പറഞ്ഞു കേട്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഇക്ക കരുതണ പോലൊന്നുമില്ല. ഉണ്ടാവരുത്. അതിനുവേണ്ടി ഈ ഇക്ക പറയുന്നത്. അതല്ല, എന്നെ നാണം കെടുത്താനാണ് നിന്റെ ഭാവമെങ്കിൽ പിന്നെ ഈ ഇക്കാനെ നീ കാണൂല. ഇന്നെന്താ നേരത്തെയാണല്ലോ. നീ എന്തൊന്നും മിണ്ടാത്ത? ഏയ്, ഒന്നുമില്ല. ഞാൻ പോവാ. നസി, നസി, അല്ല അതുപോലെ നടക്കുവോ? ഇങ്ങോട്ട് പോം. എന്താ നടക്കായി? എന്താ സത്യത്തിൽ നമ്മൾ ആരെ കാണാൻ പോണു? അപ്പൊ അത് കാണാനല്ലേ ഞമ്മളീ പോണത്. ഞാനെന്നെ രാജി വാ, ചിന്റെ കൂട്ടിയല്ലേ. ഇവിടെ ബാഞ്ചി പൂച്ചനെ മൂട്ടിൽ അച്ചാറായ മാതിരി.
അല്ലോ ഇതിലേറെ വല്ല കൂലിപ്പണിക്കും പോവുകയാണ് നല്ല കേട്ടോ. സ്വാമി ഇവിടെ വന്നിരുന്ന് കണ്ടിട്ട് ഓക്കെ ആദ്യം വർത്താനം പറയുന്നത് സ്വാമി വലിയ പെശകാട്ടോ. ഓ അപ്പൊ ഇതാണല്ലേ പറഞ്ഞ സാധനം. അല്ലോ ഓരോ കണ്ണി മുറിഞ്ഞു. സ്വാമി ഇത് നമ്മളെ പ്രകൃതി. ഓനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. ഓലെ ഇക്ക ഓലുമായ ബന്ധത്തിന് സമ്മതിക്കൂല. അപ്പൊ ഓന്റെ മനസ്സൊന്ന് മാറ്റാൻ മാറ്റിട്ട് നിങ്ങൾ ഓനിക്കൊരു ചരട് മന്ത്രിച്ചു കൊടുക്കണം. അതിനു വേണ്ടി കൊണ്ടാ നമ്മൾ ഓനെ. അമ്മേ ദേവി വീട്ടിൽ വിളമ്പാതിരിക്കൂ. നോ മെമ്പതികളിലെ മന്ത്രവാദിയല്ല. നോ മന്ത്രം ചൊല്ലുന്നത് ആധുനിക യുഗത്തിലെ പ്രേമിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ്. ഭക്ത പേടിക്കാതിരിക്കൂ. വിളിച്ചോ മഹാദേവ ഇത് സാധാരണ വളയല്ല മകനെ. ഇത് മന്ത്രം ചൊല്ലി വെള്ളി കെട്ടിയ അത്ഭുത വളയാണ്. വെള്ളി കെട്ടിയത്. ഈ വളയണിഞ്ഞാൽ ചെമ്പാറല്ല സാക്ഷാൽ സാമ്പാർ വന്നാലും നിനക്ക് പ്രേമിച്ച പെണ്ണിനെ തന്നെ കിട്ടും. അല്ല ജബ്ബാറാണ് സ്വാമിക്ക് എങ്ങനെ മനസ്സിലായി? അല്ല അത് പിന്നെ ഈ മന്ത്രം ചരടും അത് ഞാനാദ്യം അല്ല ജ്ഞാനം സ്വാമിയുടെ ജ്ഞാനം. പൈസ ഇപ്പൊ ഇവിടെ പോയോ? നമ്മളെ ഓരും എടുത്തേരി അല്ല സ്വാമി ഈ കാര്യങ്ങളൊക്കെ നടക്കൂ? ധൈര്യമായിട്ട് പോ. സ്വാമി എന്തോ ഒരു സ്മെല്ല്. മണമല്ലേ? അതുണ്ടാവും. അത് കാര്യങ്ങൾ നടന്നതിന്റെ ലക്ഷണമാണ്. ഇത്ര പെട്ടെന്ന്? ധൈര്യമായിട്ട് പോ. പോകാം. വിവാഹം കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുമ്പോൾ നോമിനി വല്ല ഡൊണേഷനും കൊടുത്താ മതി. മടങ്ങിപ്പോ മക്കളെ, മടങ്ങിപ്പോ. ഹോം കാളന്തി ഹോറോഹ സിനിമക്ക് പോകണം. അടുത്ത ഓം കർത്തപ്രത സമ്പ്രദായ മഹാദേവോ കറക്കം. അടുത്ത സ്ഥലത്തേക്ക് നീങ്ങണമെന്നാ തോന്നുന്നത്. ഹൈദറിനെ കണ്ടാ മതിയായിരുന്നു. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ഇരിക്കി. ആചാര്യ കാണാന്ന് പറഞ്ഞല്ല. പിന്നെ 22-ാം തീയതിക്ക് മുമ്പ് കുറച്ച് കായ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്ര കൊടുക്കേണ്ടി വരും? 50,000 രൂപയെങ്കിലും വേണമെന്നാ അവര് പറഞ്ഞിരിക്കണത്. എന്റെ കാര്യം ആചാര്യക്ക് അറിയാലോ. ആകെയുള്ള ആ വീടും പറമ്പ അത് വിറ്റിട്ടാണെങ്കിലും എന്റെ മുമ്പ് എന്റെ കുട്ടീനൊരു കൈ ഏൽപ്പിക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും ആമിനും വല്ല കടത്തണേല് കിടന്നോളാം. എന്നാലും ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ കുട്ടി. അവളുടെ ജീവിതത്തേക്ക് വലുതായിട്ട് എനിക്കൊന്നുമില്ല. ആധാരമായിട്ട് ഞാൻ രാവിലെ വരട്ടെ. എനിക്ക് കൈ നീട്ടാൻ വേറെ ആരുമില്ല. മാഷൊരു കാര്യം ചെയ്യും. അതുമായിട്ട് ഇത് പോര്. നമുക്ക് വേറെ ആരെങ്കിലും ഇത് കാണാം. ബേജാറാവണ്ടെന്ന് പഠിച്ചവരുണ്ട് എല്ലാത്തിനും. എവിടെ കൊണ്ടുവച്ചിപ്പോ എന്താണ് കൊറേ നേരം ആയാലും തരേണ്? ഒരു സാധനം വെച്ചോടുത്ത് കാണില്ല. എന്തുപ്പാ? അതവിടെ കാണാനല്ല. എവിടെ കൊണ്ടുവച്ച്? ഇക്കെന്തോ എടുത്തോണ്ട് പോണ കണ്ടു. എന്തിനാ അവൻ കൊണ്ടുപോണ്? അറിയില്ല. അവന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടുണ്ടാവും. മിണ്ടരുത്. കുട്ടികളെ പോലെ തമാശ പറയാ. പഠിച്ചോലെ അവതെന്തിനാ ചെയ്ത്? നാളെ ഞാൻ ആചാര്യോട് എന്താ പറയാ? ഇത്തിരി വെള്ളം. എന്താ എന്താ പറ്റി?
ഒന്നുമില്ല. ഉപ്പ വിഷമിക്കണ്ട. ഏയ് എന്റെ കുട്ടി വിഷമിക്കണ്ട. അതുകൊണ്ടൊന്നും ഈ നിക്കാൻ മുടങ്ങൂല. ഇപ്പൊ ജീവിച്ചിരിക്കണെങ്കിലും നാളെ തെണ്ടിട്ടാണെങ്കിലും എന്റെ കുട്ടിയുടെ കല്യാണം ഇപ്പൊ നടത്തും. ഹായ്, ഇത് നമ്മുടെ മായൻകുട്ടി മാഷല്ലേടാ? ഇത് എന്തോട്ട് മാറി മായ? ഞാൻ മാഷ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരാൻ വേണ്ടിക്കായിരുന്നു. ദേ നേരെ മുമ്പിൽ നിക്കണ്. ഈ തേടിയ വള്ളി കാലോ കയ്യിലോ. എടാ എവിടെടാ ചുറ്റിയത്? അല്ല എന്തുട്ടാ വിശേഷങ്ങള്? അതോ വിശേഷങ്ങളൊന്നും ഇല്ലേ? എന്നാ ഞാനൊരു വിശേഷങ്ങൾ പറയാം. മാഷ മോണ്ടല്ല ഫക്രുദ്ദീൻ. ഓ, ആ തലകറിച്ച പയ്യൻ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിട്ട് കുറെ നാളായി. അവനാണെങ്കിൽ തിരിച്ചു തരണമെന്ന് ഒരു വിചാരമില്ല. അതുകൊണ്ടാ ഞാൻ മാഷ കാണാന്ന് വിചാരിച്ചത്. ലോറൻസേ, എന്റെ അറിവോടല്ല അത് ചെയ്തത്. അനുകൂലം പറയണെങ്കിൽ നേരിട്ടങ്ങോട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മുതലും പലിശ അടക്കേ 85,000 രൂപയാ എനിക്ക് കിട്ടാനുള്ളത്. എന്താ ഈ പറയണ? ഇത്രയും വലിയൊരു തുക ഞാൻ എവിടെ നിന്നുണ്ടാക്കാനാ? അതോർത്ത് മാഷ് വിഷമിക്കണ്ട. നാട്ടുകാര് പറയണ പോലെ ഞാനത്ര ദുഷ്ടനൊന്നുമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. മാഷിന്റെ പേരിലുള്ള വീടും പറമ്പും കിട്ടണ വിലക്ക് മക്കങ്ങോട് വെക്കാം. എന്റെ കാശ് കഴിച്ച് ബാക്കി എത്രയാന്ന് വെച്ചാൽ മാഷിക്കങ്ങോട് തരാം. നിങ്ങൾ എന്താ ഈ പറയണ? എന്റെ വീട് വിൽക്കണ വേണ്ട തീരുമാനിക്കണം നിങ്ങളാ? അപ്പം മാഷ് കാര്യമൊന്നും അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞിട്ട് എന്റെ മുമ്പിൽ പൊട്ടം കളിക്ക? മാഷ നിങ്ങളുടെ ആധാരം എന്റെ കയ്യിലാ. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും വിൽക്കണോ വേണ്ടയോന്ന്. അല്ലേടാ? അതാണ്. ലോറൻസേ, ചതിക്കരുത്. ഞാനത് കുടുങ്ങി നിൽക്ക. ഞാൻ മോളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുക. ആധാരം വെച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ, അല്ലെങ്കിൽ എന്റെ മോളെ നിൽക്കാൻ മുടങ്ങും. ലോറൻസേ, പഠിച്ചോന്നോർത്ത്. ഹൈ, മാഷ് എന്തിനാ ബേജാറാകണേ? മോളുടെ കല്യാണം നമുക്ക് ഭംഗിയായിട്ടാണ് നടത്താം. കിളി പോലത്തെ ഒരു ചക്കൻ ദേ ഇരിക്കണു. നീ കെട്ടില്ലടാ? മുതലാളി പറഞ്ഞ പിന്നെ വേണ്ട, ഇവൻ റെഡിയാണെന്ന്. പിന്നെ ലവന് ചെറിയൊരു കുഴപ്പമുണ്ട്. ഇവന് വേറെ ഭാര്യയും 2 പിള്ളേരും ഉണ്ട്. ആ പിള്ളേര് രണ്ടും ഈ ലോറൻസിന്റെ എന്നാ നാട്ടുകാര് പറയണം. അല്ലേടാ? അതാണ്. അതുകൊണ്ട് മാഷിന്റെ മോളെ ഇവൻ നോക്കിക്കോളും. പിന്നെ ഞാനുണ്ടല്ലോ, എന്തായാലും പട്ടിണി കിടക്കേണ്ടി വരില്ല. എന്ത് പറഞ്ഞടാ? പറഞ്ഞ കൊന്നുകളയും ഞാൻ. കൈയെടുക്ക് മാഷേ, കൈയെടുക്കുന്ന തന്റെ മോനും ലോറൻസിനിട്ടുണ്ടാക്കല്ലേ. ലോറൻസ് പണം തന്നിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു വാങ്ങിക്കാനും അറിയാം ലോറൻസിന്. ഇപ്പൊ ഞാൻ പോവാ. ഒരാഴ്ചക്കുള്ളിൽ എന്റെ പണം തന്നിട്ടുണ്ടെങ്കിലേ മോളെ കാണണമെന്നുണ്ടെങ്കിൽ ലോറൻസിന്റെ വീട്ടിൽ വരേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട മാഷേ. ഇതൊന്നത്ര ശരിയല്ലേ ഫക്രോ? ശരിയാ, അതാ ഞാനും നോക്കണം. നല്ലൊരു വർക്ക്ഷോപ്പ് കൊണ്ട് കാണിക്കണം. ഇതെന്തേ പറയണേ? നീ ബൈക്കിന്റെ കാര്യമല്ലോ പറഞ്ഞേ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ പറയണ എന്റെ ഉപ്പാന്റെ കാര്യ. ഓ, അത് ശരി. ഫക്രോ, അന്റെ അത്ര പഠിപ്പും പേരും എനിക്കില്ല. എന്നാലും അന്റെ കൂടെ എല്ലാ കാര്യത്തിനും കൂട്ടുന്നിട്ടുള്ള ഞാൻ. പക്കെങ്കിൽ ഇതിപ്പോ ഇതൊരു പൊട്ടനാടാ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും ഒരു ഉപകാരം ചെയ്യാത്തോ. ഞാൻ പറയുമ്പോ അനക്ക് എന്നോട് ഏറുണ്ടാവും. എന്നാലും പറയാം, ഇജ്ജ് കാരണം എന്റെ അപ്പ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ ലോറൻസ് വന്ന് പറഞ്ഞത് എന്തൊക്കെയാന്ന് അറിയാം എനിക്ക്. എന്നെങ്കിലും ഇജ്ജ് നന്നായി കാണുന്നു കരുതിക്ക എന്റെ അപ്പ. ഫക്രോ, കണ്ണുള്ളപ്പോഴാടാ കണ്ണിന്റെ വില അറിയാ. അനക്കറിയോ?
എനിക്ക് 7 വയസ്സുള്ളപ്പോ മരിച്ചതാ എന്റെ ബാപ്പ. പിന്നെ എന്നെ നിർവഹിക്ക് നടത്താനും നന്നാക്കാനൊന്നും ആരും ഉണ്ടായിട്ടില്ല. എന്നാലും വല്ലപ്പോഴൊക്കെ നല്ല വാക്ക് പറഞ്ഞ നീന് എന്റെ അപ്പേനും ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞപ്പോ. നീ ഒന്നും മിണ്ടായിരിക്കണ്ടോ? നിനക്ക് വേറെ ഒന്നും പറയാനല്ലേ? ഇല്ലടാ, ഞാനൊന്നും പറയണില്ല. അല്ലെങ്കിൽ ഇതൊക്കെ പറയാൻ ഞാനാരാ? നിനക്ക് ഈ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്റെ പൊട്ടത്തരാന്ന് കരുതിയാ മതി. ഇതൊരു പൊട്ടനല്ലേ? രാവിലെ തന്നെ മൂട് കളയാനായിട്ട്. എടാ ഹൈദ്രു, ഇവനത്ര വലിയ പാവമായി പോയല്ലോ. ഹൈദ്രു, രാഘോ, എവിടേക്കാപ്പാ? ഞാൻ അച്ഛൻ്റെ വീട് വരുന്ന പോണം. ഉമ്മ തനിച്ചോള ചെല്ലി. എന്താ അത്? ഷമീർക്ക് തന്നതാ. വേണ്ടിരുന്നില്ല, ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്. പോയിക്കോ. ഇക്ക എത്ര നേരം എവിടെയായിരുന്നു? ഉപ്പ അന്വേഷിച്ചിരുന്നു. എന്തിനാ ഇക്ക പാവ ഉപ്പാനെ എങ്ങനെ ഇട്ട് വിഷമിപ്പിക്കണേ? നീ ഒന്ന് പോകണ്ടോ? അല്ല ഇക്ക, അത് മനുഷ്യനെ മര്യാദ തിന്നാൻ സമ്മതിക്കില്ല നീ. എപ്പോഴാ വന്നത്? അന്നൊന്ന് കാണിച്ചിരിക്കായിരുന്നു ഞാൻ. ഈ ആധാരം കൊണ്ട് പണി വെച്ചല്ലേ. മാളുടെ കല്യാണത്തിന് വേറെ വഴി ഉണ്ടായിരുന്നില്ല. അത് കണ്ടിട്ടാണ് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തത്. ഇത്രയും പണത്തിന്റെ അത്യാവശ്യം നിനക്ക് എന്താ ഉള്ളത്? എനിക്കുണ്ട് ആവശ്യങ്ങള്. 10-25 വയസ്സായില്ലേ? അത് നിങ്ങൾക്കറിയണ്ടല്ലോ. ഈ വലിയ ആളായത് ഉപ്പ അറിഞ്ഞില്ല. അതെന്റെ തെറ്റ്. എന്നെ നോക്കണ്ട. വയ്യാണ്ട് കിടക്കണ എന്റെ ഉമ്മനെയും നോക്കണ്ട. അന്നെ തേനെ പാലറിഞ്ഞ് കൊണ്ടിടക്കണ അന്നെ പെങ്ങളെ പറഞ്ഞില്ലേ? പണ്ടറങ്ങ ഇതാ ഞാൻ നരകത്തിലേക്ക് വരാത്തത്. നിക്ക്, ഇതിന് സമാനം പറയ്. 22-ാം തീയതി അവർക്ക് കാശ് കൊടുക്കണം. എന്താണ് ഒരു വീണ്ടും വെച്ചാലാണ്ട് പെരുമാറുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് നിങ്ങളീ പറയണത്? എനിക്ക് പണത്തിന് ആവശ്യം വന്നു, ഞാൻ എടുത്ത് പണയം വെച്ചു. ഇനി ഞാൻ എന്താ വല്ലയിടത്ത് കക്കാൻ പോണോ? അതോ വല്ലവരും കൊല്ലണോ? എന്താ ഞാൻ അതിന് മറുപടി പറയാ? എനിക്ക് വയസ്സായി. നാളെ ഞാൻ എവിടെയും വീണുപോയാലേ ഈ വയ്യാണ്ട് കിടക്കണ ഉമ്മേനും പെങ്ങളേനും ആര് നോക്കും? എന്തു ചെയ്യാനവരെ? അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ കഴുത്തിന് അടിച്ച് കൊന്നേക്ക എല്ലാത്തിനും. വേണ്ട, ഭ്രാന്ത് പിടിപ്പിക്കരുത് തന്നെ. ഇക്ക എന്താ ചെയ്യണേ? ഉപ്പയാണെന്ന് ഞാൻ നോക്കില്ല. വേണ്ട, അന്നെ കൊണ്ട് ആ പാവം ചെയ്യിക്കണില്ല. ഒരുപാട് നോമ്പ് നോറ്റുണ്ടായ മോനല്ലേ, എന്നെ കൊണ്ട് ആ ശാപം ഞാൻ ചെയ്യിക്കുന്നില്ല. ഇക്ക ഒന്ന് പോണുണ്ടോ? മാറോടങ്ങ. കളിച്ച് കളിച്ച് നീ എന്റെ കുടുംബത്തിൽ കളിക്കാൻ തുടങ്ങിയല്ലടാ. ഞാൻ വേണ്ട, നീ ഒന്നും പറയണ്ട. മേലാൽ എന്റെ പെങ്ങളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ അറിയാമല്ലോ. എന്താ ജബർക്ക, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എന്റെ പെങ്ങളോട്ട് എന്നെ ചതിക്കില്ല.
കണ്ണും കൈയും കാണിച്ച് അവിടെ നാശാക്കാൻ നോക്കിയാൽ പണ്ട ഞാൻ ചോർത്തും പാട്ടി. ഇനി എങ്ങനെ ആ പരിസരത്ത് നീ വന്നാ നിന്റെ മുന്നിൽ വരുന്നത് ജബ്ബാറായിട്ടായിരിക്കില്ല, നിന്റെ കാലിനായിട്ടായിരിക്കും. കേട്ടാ നമ്മൾ എത്താൻ കുറച്ച് വെക്കിട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട് ബക്രോ? ജബ്ബാർ വന്നിട്ട് നിങ്ങളെ നിക്കാവ് ഉറപ്പിച്ചു പോയില്ലേ? അതാണ് നമ്മളെ ചെരടിന്റെ പൗറ്. ഇനിച്ച് ചെന്നാലേ ഓൾ അനക്കന്നല്ലേ, ഇത് ചെന്നാ എനിക്ക് കിട്ടൂലേ? അതാണ് ഐദ്രു. ഐദ്രു ഒരു വാക്ക് പറഞ്ഞ അത് 100 വാക്കാ. ഇജേതായാലും ചെലവ് ചെയ്യണം. ചെലവ് ചെലവ് ചെയ്യണം. ചെയ്യണം. ഇപ്പൊ തന്നെ വേണോ? വേണ്ട, ഇപ്പൊ തന്നെ വേണമെന്നില്ല. അണ്ട് കിട്ടിയിട്ടാലും മതി. അത് വേണ്ട, അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ തന്നെ തരാം. ഇന്നിപ്പൊ തന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ തരാം. അവന്റെ ഒരു ചരടും മന്ത്രവും, ഇതിന്റെ ബാക്കി വെളിച്ചപ്പാടിന്. ഇതാണ് ഈ നാട്ടുകാർക്കൊരു നല്ല കാര്യം ചെയ്യാത്തത്. എന്റെ അവസ്ഥ ഇപ്പൊ ഇതാണെങ്കിൽ ആ വെളിച്ചപ്പാടിന്റെ കാര്യം ഇപ്പൊ എന്തേ കാര്യം? എന്റെ അമ്മോ പോടാ പുല്ലേ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല കുഞ്ഞേ, ഗ്രിപ്പ് കിട്ടുന്നില്ല. അവന്റെ ഒരു മന്ത്രവാദം വെള്ളിയിട്ട വള. ഇനി മേലാളി പരിസരത്ത് കണ്ടുവരുത്. എന്റെ ശംഭോ മഹാദേവ. അമ്മേ ദേവി ഇതറേ ഇവിടെ വാ. സ്വാമിയോ എന്താ തലയിലൊരു കെട്ടൊക്കെ? കൊല അവിടെ വെക്കേ. ആ കൊല അവിടെ വെക്കേന്ന്. എന്തിനാ അത്? ആ കൊല അവിടെ വെക്കേ ഇതറേ. എന്തിനാ? എന്താണ് ഇത്? അങ്ങനെ കൊല വെച്ചു. ഞാൻ എന്നെ ഒന്ന് കാണാതിരിക്കായിരുന്നു. എന്തിനാ കാര്യം പറയിച്ചൊന്ന് കുനിഞ്ഞു നിക്കേ. കുനിഞ്ഞു നിക്കേ. കുനിഞ്ഞു നിക്കാ ഇതറേ. നിങ്ങൾ കാര്യം പറയുന്നത് കുനിഞ്ഞു നിക്കാ ഇതറേ. എന്താണ് ദേവി? നിന്റെ പിന്നാലെ ഓടി വന്ന് തരാനുള്ള ആവതിക്കില്ലാത്തോണ്ടാ. എന്തിനാ തല്ലിങ്ങള്? എന്ത് കിട്ടിയാലും പകുതിയും പകുതിയാണല്ലോ. എനിക്ക് കിട്ടിയതിന്റെ പകുതി ഞാൻ നിനക്ക് തന്നു. പോകുമ്പോ കോല എടുക്കാൻ മറക്കണ്ട. പോട്ടെ പോട്ടെ. ഒന്നുകിൽ ഞാൻ നന്നാവണം, ഞാൻ ഏതായാലും നന്നാവില്ല. അപ്പൊ നാട്ടുകാരും നന്നാവണം. ഇതേതൊരു ഒന്നും വേണമെങ്കിൽ ലോകാവസാനം വരും വേണം. ഈ കോല കൊടുക്കത്ത കാനും ആകാശത്തിലെ പരവകൾ. ഈ കൊലുണ്ട് നമ്മൾ എവിടേക്ക് മണ്ടും. എത്ര ആൾക്കാരുടെ വണ്ടി ഇടിച്ചാവുന്നു. ഈ പാണ്ടാത്ര വണ്ടിക്കാർക്ക് മാണ്ടേ? അല്ലാ, തുണിയെടുത്ത തെങ്ങ് ഭായക്കൊലയാ. ഈ ദുനിയാവില് എന്തൊക്കെയാണ് നമ്മള് കാണുന്നത്? നമ്മള് കൊല പറിക്കാണോ ആചാര്യ? പഴച്ചോനെ വർത്താനം പറയണതെങ്ക അതിന്റെ പേര് കൊലയാ. ഇതൊരു പ്രത്യേക തരം കൊലയാണ് ആചാര്യ. എന്ത് കൊലയാണാ? ഇതാണ് തേങ്ങാക്കൊല. ഈ സൗണ്ട് നമ്മൾ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഇതിന്റെ സ്വന്തം സൗണ്ടാ. അല്ല പഠിച്ചോളി, നമ്മൾ ഈ സൗണ്ട് ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ സ്വന്തം സൗണ്ട് തന്നെ. നമ്മൾ ഈ സൗണ്ട് ഇവിടെ കേട്ടിട്ടുണ്ടല്ല. ഇത് നമ്മളെ സൗണ്ടിന് തന്നെ. നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഈ സൗണ്ട് ഇവിടെ കേട്ടിട്ടുണ്ട്. ഇത് കേൾക്കൂല. ഇത് നമ്മളെ സൗണ്ടിന് തന്നെ. ഈ നാട്ടിൽ ജനിച്ചവരല്ലേ നമ്മള്. ഈ സൗണ്ട് നമ്മളിവിടെ കേട്ടിരിക്കണേ. നിങ്ങളോടല്ലേ പറഞ്ഞു ചോരത് നമ്മളെ സൗണ്ടിനാണ്. നമ്മളെ കായ് മേടിച്ച് മുങ്ങിടക്കാന്ന് മേടിച്ചല്ലടാ. എന്റെ കയ്യിൽ നിന്ന് കായ് മേടിക്കാൻ വേണ്ടി എന്റെ കയ്യിൽ നിന്ന് 50,000 റുപ്യ പോയാലും വേണ്ടില്ലെന്ന് മേടിച്ച് ബോംബെ നാളെ ഇറക്കാൻ വേണ്ടിയിരിക്കുന്നു നമ്മള്. നീ എന്റെ കായാടാ. നമ്മളിത് ഇല്ലാത്ത നമ്മള് തരാന്ന് പറഞ്ഞിട്ട് കാര്യല്ല. ഈ മുട്ടുകാര് കാറ്റിയാലുണ്ടല്ലോ, അടുത്ത നോമ്പ് വരുന്നാലേ താഴെ ഇറക്കൂ. നമ്മുടെ കായടാ. നമ്മുടെ കായ ഒരടി മുന്നോട്ട് വെക്കൂല. തരൂലേ? കായ് തരാൻ കായ് തന്നിട്ട് നീ സംസാരിച്ചാ മതി.
പടച്ചോന് നമ്മള് കൊടുത്തപ്പോ എന്ത് പടപടരുന്ന കായാണ് ഇപ്പൊ അന്നെ പോലോട്ടല്ലേടാ പായ കായ്. ഇതിനൊക്കെ മുമ്പേ തന്നൂടാ പായ ഈ കായ്. പടച്ചോനെ കിട്ടിയത് വളരെ ഭാഗ്യം. ആകെ പോടുണ്ടായിരുന്ന പൈസ ആയിരുന്നു. നമ്മൾ പൈസ ഒക്കെ എവിടെ പോയി തരും പൊറച്ചോനെ. എനിക്ക് കായ് വേണമെങ്കിൽ അമ്മയോട് ചോദിച്ചാ മതി. മരിച്ചാലും നിങ്ങൾ ഇന്നലെ 10 പൈസ വാങ്ങൂല. അവിടെ നിക്കണം. പോയിന്തോ അവിടുന്ന്. നസി, നിനക്ക് എന്താ പറ്റിയ? എനിക്കെന്ത് പറ്റാൻ? നീ വഴിന്ന് പറ, എനിക്ക് പോണം. നിനക്ക് ഞാനെന്ത് തെറ്റിയിട്ടാ നീ എന്നെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു? ഫോൺ വിളിച്ചെടുക്കുന്നില്ല, കാണാൻ ശ്രമിച്ച് ഒഴിഞ്ഞു മാറുക. എത്ര ദിവസം നേരം തുടങ്ങിയിട്ട്? എന്ത് തെറ്റാ ഞാൻ എന്നോട് ചെയ്തത്? ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. കൂടുതൽ തെറ്റുകൾ ഉണ്ടാവാതിരിക്കാനാ ഞാൻ ഇങ്ങനെ. നസി, നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് വേണ്ടിയിട്ടെല്ലാം ഞാൻ ഉപേക്ഷിച്ച് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാനീ വരണത്. നീ വാ, നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. ഛേ, എന്താ നീ പറയണേ? കൂടെ വരാനോ? ഇതെന്താ കുട്ടികളിയാന്നാ വിചാരം? ഇനി എന്നെ ശല്യം ചെയ്യരുത്. നീ അങ്ങനെ പറയരുത്. നിനക്ക് വേണ്ടി ഒരുപാട് പണം ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്റെ കുടുംബം ഒന്ന് കടത്തില്ല. എന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുക. ഒരു പെണ്ണിനെ കണ്ടപ്പോ സ്വന്തം ഉപ്പാനും ഉമ്മാനെയും കൂടപ്പറപ്പിനും കടത്തിന് വലിച്ചെറിഞ്ഞ് പോന്നോനല്ലേ നീ? നിന്റെ കൂടെ എന്ത് വിശ്വസിച്ചാ ഞാൻ ഇറങ്ങി വരാ? നസിയ, വേണ്ട, എനിക്ക് പോണം. ഇനി എന്നെ കാണാൻ വരരുത്. അടുത്ത ആഴ്ച എന്റെ നിക്കാഹ് തീരുമാനിച്ചിരിക്കുക എന്റെ ഇക്കാക്ക. എന്റെ ഇക്കാനെ മറന്ന് ഞാനൊന്നും ചെയ്യില്ല. അപ്പോ ഇത്രയും കാലം നീ എന്നോട് കാണിച്ച സ്നേഹം വെറുതെ ആയിരുന്നല്ലേ? എന്നെ വിട്ടിയൊക്കെ ആയിരുന്നല്ലേ? അല്ല, പക്ഷേ അതിനേക്കാൾ വലുതാണ് എനിക്ക് എന്റെ ഇക്ക. ഇക്കാനെ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്കൊരിക്കലും ഒരു ജീവിതം വേണ്ട. എന്റെ വഴിയിലൊരു തടസ്സമായി നീ ഒരിക്കലും വരരുത്. പ്ലീസ്, ഇനി എന്നെ കാണാൻ ശ്രമിക്കരുത്. പോയിക്കോ, നീ പോയിക്കോ. എനിക്കാരെയും വേണ്ട. നിന്റെ ഇക്കാണ് നീ വിഷമിപ്പിക്കണ്ട. ഞാനല്ല എല്ലാവരും വേദനിപ്പിച്ച്. എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ മാളൂട്ടി. എനിക്കാരെയും വേണ്ട. എനിക്കാരെയും വേണ്ട. എനിക്കാരെയും വേണ്ട. കാറ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിനകത്തോട്ട് കൊണ്ടിടാം. നല്ല വസ്തുവാണ്. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ ചോദിക്ക്? നമ്മുടെ കോയക്കാന്റെ വസ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കരപ്പുറമ്പിലെ അല്ല ഇത് മനസ്സിലായില്ലേ? നമ്മുടെ ഷബീറിന്റെ കാരണവര് പുള്ളി ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നാണ്. നിക്കാതിന് ഇവിടെ ഉണ്ടാവില്ല. പെണ്ണിനൊന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അല്ല മാഷെ, ഹാജിയാരോടൊരു കാര്യം പറഞ്ഞു. എന്താ ആ കാര്യം? ഹാജിയാർ പറഞ്ഞിരുന്നു, പക്ഷേ 22-ാം തീയതിക്കുള്ളില് ഉണ്ടാവും തോന്നുന്നില്ലേ? എന്താ മാഷി പറയണ? ഞാനൊരു കുടുക്കി പെട്ടി കിടക്കാം, കാശ് ഞാൻ എത്തിക്കാം. ദയവ് ചെയ്ത് എനിക്ക് കുറച്ച് സമയം തരണം. എന്താ മാഷി പറയണത്? ഞാൻ പറഞ്ഞ കായലൊരു അണ കുറഞ്ഞ ഈ കല്യാണം നടക്കും തോന്നുന്നുണ്ടാ? വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഒരുമാതിരി അങ്ങനെ പറയരുത്. ഈ കല്യാണം നടക്കണം. ഇത് നടന്നില്ലെങ്കിൽ എന്റെ മോള് തകർന്നു പോകും. അവൾക്ക് താങ്ങാനാവില്ല. ഞാൻ പറഞ്ഞ കായലൊരു അണ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം നടക്കൂല. അയ്യോ, എന്ന് പറഞ്ഞ് നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം. ഈ നാട് നിങ്ങളുടെ പൈസ മാഷെ കാല് പിടിച്ചിരുന്ന് കാര്യമില്ല. ഞാൻ പറഞ്ഞ കായ് കിട്ടുമെങ്കിൽ നിങ്ങൾ വിളിച്ചാ മതി. മാഷെ കൈതോട്. അതെ, ഒരുമാതിരി മനുഷ്യനെ ഭ്രാന്തരിപ്പിക്കരെ. മാരാണ് മാഷെ. എന്താ എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്. മാരാണ്.
എൻ്റെ കുട്ടി വിഷമിക്കണ്ട, അവർ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. ഈ നാട് തെണ്ടിട്ടാണെങ്കിലും എൻ്റെ കുട്ടിയുടെ കല്യാണം ഈ പണത്ത്. വിഷമിക്കണ്ട, വിഷമിക്കണ്ട. നീ അറിയണേ എന്താ? ഞാൻ ഉമ്മാക്ക് മരുന്ന് കൊടുക്കുന്നു. ഉമ്മാക്ക് അവർക്ക് അത്രയും ഗുളികയെ ഉപ്പാനെ ചതിക്കായിരുന്നല്ലേ? എന്നോട് പൊറുക്കുപ്പ. എനിക്ക് വേണ്ടി ഉപ്പ മറ്റുള്ളവരെ കാലൊടിക്കുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ലപ്പ. മോളെ മാളൂട്ടി എന്താ അവിടെ? കേട്ടാ, ആരുമില്ല. ചൈന എന്താ അവിടെ? പറ്റുമോളെ നിനക്ക്? എന്റെ മാട്ടിക്ക് എന്ത് പറ്റി? എന്തിനാ നീ കരയണേ? നിങ്ങളെങ്കിലും ഒന്ന് പറ, എന്തുണ്ടായേ? മോള് സ്വന്തം കാര്യം തീരുമാനിക്കാറായി. കണ്ണൊന്ന് പഴിച്ചിരുന്നെങ്കിൽ ഇതിനൊക്കെയായി ഉമ്മനെ കൊന്നിട്ട് പോരായിരുന്നോ? അങ്ങനെ പറയില്ല അമ്മ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. പോട്ടെ പോട്ടെ, കാര്യാക്കണ്ട. ചെയ്യാൻ പാടില്ല. കുടുംബം നശിപ്പിച്ചില്ലടാ. ഷാഹിന എന്താ അവിടെ? ഷാഹിന വേണ്ടപ്പാ. ഈ കുടുംബത്തിന് വേണ്ട, ഈ കുടുംബം നശിപ്പിക്കാൻ നീ വേണ്ട. നിങ്ങൾ എന്താ കാട്ടെ? ഇവിടെ എന്റെ കുട്ടിയുടെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് മാതൃകാധ്യാപകനായ ഞാൻ സ്വന്തം വീട്ടിൽ തോറ്റുപോയി. എന്നെ തോൽപ്പിച്ചു, പടച്ചവരെ കൈവിട്ടു. ഉപ്പ നോക്കുപ്പ, ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു. എനിക്ക് ജീവിക്കണം ഉപ്പ. ഉപ്പാന്റെ മകനായിട്ട്, ഉമ്മയുടെ മകനായിട്ട്, മാളൂട്ടിയുടെ ഇക്കായിട്ട് എനിക്ക് ജീവിക്കണം ഉപ്പ. എന്നെ നോക്കുപ്പ. ഉമ്മ, മാളൂട്ടി,
കാലം പറയും കഥയല്ലോ ഇത്, ജീവിതമെന്നൊരു കഥയല്ലോ. കാലം പറയും കഥയല്ലോ ഇത്, ജീവിതമെന്നൊരു കഥയല്ലോ. കര കാണാ കടലിൻ നടുവിൽ അലയുന്നൊരു ജന്മങ്ങൾ, കണ്ണീരിൻ നനവിൽ കുതിരും കഥനത്തിൻ പൂവുകൾ, കണ്ണീരിൻ നനവിൽ കുതിരും കഥനത്തിൻ പൂവുകൾ. കാലം പറയും കഥയല്ലോ ഇത്, ജീവിതമെന്നൊരു കഥയല്ലോ. മോഹങ്ങൾ നെയ്യും മനസ്സേ, നിറമേഴും വിടരും കനവേ, വിരഹം വിരുന്നു വരുമ്പോൾ കരയുവതെന്തിനോ. മോഹങ്ങൾ നെയ്യും മനസ്സേ, നിറമേഴും വിടരും കനവേ, വിരഹം വിരുന്നു വരുമ്പോൾ കരയുവതെന്തിനോ. എരിവെയിലിൽ തളരും ഹൃദയം തേടുന്നു സാന്ത്വനം, എരിവെയിലിൽ തളരും ഹൃദയം തേടുന്നു സാന്ത്വനം. കാലം പറയും കഥയല്ലോ ഇത്, ജീവിതമെന്നൊരു കഥയല്ലോ. സ്നേഹിച്ചതെല്ലാം വെറുതെ, ആശിച്ചതെല്ലാം മകളെ, ദൂരെ മറഞ്ഞതെന്തേ ചിരിയുടെ പീലികൾ. സ്നേഹിച്ചതെല്ലാം വെറുതെ, ആശിച്ചതെല്ലാം മകളെ, ദൂരെ മറഞ്ഞതെന്തേ ചിരിയുടെ പീലികൾ. ഒഴിയുന്നു ഈ മണ്ണിൽ ജന്മം പിടയുന്ന നോവുമായി, ഒഴിയുന്നു ഈ മണ്ണിൽ ജന്മം പിടയുന്ന നോവുമായി.
കാലം പറയും കഥയല്ലോ ഇത്, ജീവിതമെന്നൊരു കഥയല്ലോ. ലോറൻസ് ഒന്നും പറഞ്ഞില്ല. ഫക്രുദ്ദീൻ എന്തേലും? ഹേയ്, അതൊന്നുമല്ല. അന്ന് ഞാൻ മാഷടുത്ത് ഒരുപാട് മോശമായിട്ട് പെരുമാറി. അത് സാരില്ല, കാശ് കിട്ടാണ്ടാവുമ്പോ എല്ലാരും അങ്ങനെ തന്നെയാ. മാഷേ, കാശിനേക്കാളും പണത്തിനേക്കാളും ജീവിതത്തിൽ വില സ്നേഹത്തിനാണെന്ന് ഞാൻ വൈകിയാണെങ്കിലും മനസ്സിലാക്കി. ലോറൻസ് എന്തായി പറയണേ? മാഷേ, ഇത് തരാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്താ ഇത്? മാഷിന്റെ വീടിന്റെ ആധാരം. ഏയ്, അത് ശരിയാവില്ല. നിങ്ങളുടെ കാശും തീരാണ്ട് എനിക്ക് തരരുത്. പിന്നെ ഇതിന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞു. എന്റെ കുട്ടിയുടെ നിൽക്കാൻ മുടങ്ങി. ഒരു 50,000 പേരിൽ അത് മുടങ്ങെങ്കിൽ അത് മുടങ്ങട്ടെ. കാശിനേക്കാളും പണത്തിനേക്കാളും അവളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ നമുക്ക് കണ്ടെത്താം. തൽക്കാലം മാഷിനെ പിടിക്കും. അല്ല, ഇതിന്റെ കാശ്? ഞാൻ പറഞ്ഞില്ലേ, കാശൊക്കെ എനിക്ക് കിട്ടി. മാഷോടുള്ള സഹതാപം കൊണ്ടൊന്നുമല്ല. മാഷിന് അർഹതപ്പെട്ട കാശ് തന്നെ എനിക്ക് കിട്ടിയത്. ആരാ എനിക്ക് വേണ്ടി പണം മുടക്കാൻ? അത് മാഷോട് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞതാ. എന്നാലും പറയാ, എനിക്ക് കാശ് എന്നത് ജബ്ബാറ. അവനെല്ലാം എന്നോട് പറഞ്ഞു. മാഷിന്റെ ഭാഗ്യ. അല്ലെങ്കിൽ ഫക്രുദ്ദീനെ പോലൊരു മകനെ മാഷ്ക്ക് കിട്ടുമോ? അവനായി സൗഭാഗ്യങ്ങളെല്ലാം കൊണ്ടുവന്ന്. പിന്നെ ചെക്കന്മാരാവുമ്പോ അതിൻ്റെതായ ചില വികൃതികളൊക്കെ ഉണ്ടാവും. അത് മാഷ് കാര്യാക്കണ്ട. പിന്നെ മാഷിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം മറക്കണം. എന്ന് പറയട്ടെ. എന്താ ഫക്രുദ്ദീനെ, ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. എന്തു പറ്റി? അതെ, ഞാൻ പോവാ ഈ നാട്ടിൽ തന്നെ. ഓ, അപ്പൊ എല്ലാ പ്രശ്നവും ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഒളിച്ചോട്ടോ അല്ലേ? ശരിയാ, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ തന്നെയാ. അതുകൊണ്ട് തന്നെ പോണം, പോയേ പറ്റൂ. അപ്പോ പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? എവിടേക്കാ പോകുന്നത്? അറിയില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, ഒരിക്കലും ആർക്കും പൊറുക്കാൻ കഴിയാത്ത തെറ്റാ ഞാൻ ചെയ്തത്. എൻ്റെ ഉപ്പയോട്, എൻ്റെ ഉമ്മയോട്, എൻ്റെ മാളൂട്ടിയോട്. അപ്പൊ ചെയ്തല്ല ഓർമ്മയുണ്ടല്ലേ? പക്ഷെ ഇപ്പൊ നീ ചെയ്യുന്നതാ ഏറ്റവും വലിയ തെറ്റ്. വയസ്സായ ഉപ്പാനെയും ഉമ്മാനെയും മറന്നിട്ട് നാട് വിട്ട് പോകുന്ന ശരി. തെറ്റും ശരിയും തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളാണ് അവരുടെയൊക്കെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അവരെനിക്ക് തന്ന സ്നേഹവും സന്തോഷവും ഒന്നും തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഫക്രു, ഉപദേശിക്കുകയാണെന്ന് തോന്നരുത്. ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്തവരാരും തന്നെ ഇല്ല. പക്ഷേ അതൊക്കെ തിരിച്ചറിഞ്ഞ് നിർത്താൻ തയ്യാറാവണം. അപ്പോഴല്ലേ നമ്മളൊക്കെ മനസ്സിലാവുക. പക്ഷേ ഞാൻ കാരണം എൻ്റെ മാളൂട്ടിയുടെ നിക്കാഹ് മുടങ്ങി. എൻ്റെ ഉപ്പ മറ്റുള്ളവർ മുന്നിൽ നാണം കെട്ടവനായി. അതൊന്നും മറക്കാനും പൊറുക്കാനും അവർക്കാവില്ല. അവർക്ക് നല്ല മക്കളെ സ്നേഹിക്കുന്ന ആർക്കും കഴിയില്ല. അവിടെയാ നിനക്ക് തെറ്റുപറ്റിയത് ഫക്രു. ഞാനും തന്നെ നിന്റെ ഉപ്പയെ കണ്ടിരുന്നു. ഒരു മകന്റെ സ്നേഹവും സംരക്ഷണവും ആ മനസ്സിപ്പോഴും ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ എത്ര വളർന്നാലും ഉപ്പായ്ക്കും ഉമ്മായ്ക്കും നമ്മുടെ കുട്ടികളാ. നീ ചെയ്ത തെറ്റുകളെല്ലാം മാഷിന് പൊറുക്കാനാ. നീ തിരിച്ചു പോകണം. നിനക്കറിയോ, ഒരു ഉപ്പാന്റെയും ഉമ്മായുടെയും സ്നേഹം കിട്ടാതെയാ ഞാനും എൻ്റെ പെങ്ങളും വളർന്നത്.
അവളെക്കുറിച്ച് ആരോ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ എനിക്ക് താങ്ങാനായില്ല. ഏതൊരാങ്ങളും ചെയ്യുന്നത് ഞാനും ചെയ്തുള്ളൂ. എന്നോട് പൊറുക്കണം. നസി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ഉണ്ടാക്കി വെച്ച് ഞാനാ. സാരമല്ലടോ, പരസ്പരം സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും വലിയൊരു തെറ്റല്ല. നിനക്കറിയോ, എന്റെ മുന്നിൽ കളിച്ചു തിരിച്ച് നടക്കുമ്പോഴും അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിക്കുക, നിന്നെ ഓർത്ത്. ഇപ്പോ നിങ്ങളുടെ മനസ്സ് ഞാൻ കാണാതെ പോയാൽ പടച്ചോന് മുന്നിൽ ഞാനും തെറ്റുകാരനാകും. അവളെ വേദനിപ്പിച്ചിട്ട് ഈ ലോകത്ത് എനിക്കൊന്നും നേടണ്ട. ഇപ്പോഴും നിന്റെ മനസ്സിൽ അവൾ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. എന്റെ ജീവന്റെ ജീവനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. നീ വീട്ടിലേക്ക് ചെല്ല്. അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്. ആ പിന്നെ പഴയതുപോലെ ചുറ്റിക്കറങ്ങാനാണ് പരിപാടിയെങ്കിൽ നിന്റെ മുന്നിൽ വരുന്നതേ ജബ്ബാറായിട്ടല്ല, അറിയാലോ. ഒരു നാളും ഒടുങ്ങാത്ത മോഹങ്ങളും എല്ലാം എനിക്കായി തുറന്നില്ലയോ. ഒരു നാളും പിരിയില്ല നിന്നോർമ്മകൾ. ഒരു സ്വപ്ന കൂട്ടിൽ ഞാൻ കാത്തുവയ്ക്കും. സ്വപ്നവനത്തിൽ നീ എന്നുള്ളിൽ പാറിടും പൈകിളിയേ. പാട്ടുകളെന്നും കാതിൽ മൂളും ഓമൽ പൂങ്കുയിലേ. കണ്ടു നിന്നെ എന്റെ കൂട്ടുകാരി, കൽവകത്തിൽ എന്റെ പാട്ടുകാരി. നാട്ടുമാവിൻ ചോട്ടിൽ കാത്തിരുന്നു